ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത്. ഇവിടെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ചുരിദാർ തയ്ക്കുകയാണ്. 42 ചെസ്റ്റ് സൈസുള്ളൊരു എത്തിക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. നമ്മൾ ആദ്യം നല്ലതായിട്ട് മടക്കി ഇട്ടതിന് ശേഷം അതിൻ്റെ ഷോൾഡർ എടുത്തത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് എടുത്തതിന് ശേഷം കഴുത്തകലം എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നമ്മൾ ക്യാൻവാസിൽ വെട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് വെട്ടത്തില്ല, തയ്ച്ചതിന് ശേഷം വെട്ടത്തുള്ളൂ. കൈക്കുഴി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് അതിൻ്റെ അവിടെ ലൈൻ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കുഴിച്ച് വെട്ടാനായിട്ട് ബാക്ക് ഉള്ള കൈയുടെ ഭാഗം 1 ഇഞ്ച്, ആ കോർണറിൽ നിന്ന് നമ്മൾ 1 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് കർവ് ഉപയോഗിച്ചാണ് നമ്മൾ വെട്ടുന്നത്. അല്ലാതെ വെട്ടാൻ കഴിവുള്ളവർ അല്ലാതെ വെട്ടുക. ഇതില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. 1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്കിൽ നോക്കി നമ്മൾ അത് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചാൽ മതി ചരിച്ച്. ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 42 ഇഞ്ച് ആയതുകൊണ്ട് 11 ഇഞ്ച് ചെസ്റ്റിൻ്റെ വലിപ്പവും, പിന്നെ അതോടൊപ്പം തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിടുവാണ്. പിന്നെ ബേസ്റ്റിൻ്റെ അവിടെ വരുന്നത് 14 ഇഞ്ചാണ് ഇപ്പോൾ എടുത്തത്. 14 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മേളിൽ 11 ഇട്ടപ്പോൾ ഇവിടെ 10ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ വരുന്നുണ്ട്, അത് 21 മുതൽ 20 ഇഞ്ചാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21 വരെ നമുക്ക് സാധാരണ നല്ല ഹൈറ്റൊക്കെ 160 സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഇടാം. അപ്പം നമ്മൾ 20 21 ഞാൻ 20 ഇട്ടത്. അതോടൊപ്പം നമ്മുടെ അവിടുത്തെ വലിപ്പം എടുക്കുമ്പോൾ മേളിൽ 12 എടുത്തപ്പോൾ മേളിൽ 11 എടുത്തപ്പോൾ താഴെ അവിടെ 12ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് ഇടുന്നത്. നമ്മളത് വളച്ച് ആ ജോയിൻറ്റുകൾ നമ്മൾ ആദ്യം കറക്റ്റായിട്ടുള്ളതായ ആദ്യം മാർക്ക് ചെയ്തത് അവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് അതവിടെ വെട്ടത്തില്ല, നമ്മൾ തയ്യൽ തുമ്പ് എടുത്ത ഭാഗത്താണ് വെട്ടുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം ബോട്ടത്തിൻ്റെ ഭാഗം നമ്മളിനി ഇറക്കം എത്രയാണ് നമുക്ക് വേണ്ടത് അത്രയും ഇറക്കം എടുക്കുക. ഞാനിതിൽ 46 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചിട്ടുണ്ട്, അതിലൊരു 3/4 ഇഞ്ചോളം നമ്മൾ ആ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചരിച്ച് വെട്ടിയാൽ മതി. ചരിച്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ടോട്ടൽ ലെന്ത് നോക്കുകയാണ്. ഇനി നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇറക്കം എടുത്തതിന് ശേഷം അവിടെ മാർക്ക് ചെയ്യുക. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 44 ഇഞ്ച് 46 ഇഞ്ചാണ് വേണ്ടത്. 2 ഇഞ്ചിന് ഞാൻ അഡീഷണലായിട്ട് തുണി ചേർത്ത് തയ്ക്കുന്നുണ്ട്, അല്ലെ എൻ്റെ കൈക്ക് വെട്ടാനായിട്ട് അളവ് കിട്ടുകയില്ല. അപ്പോൾ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 13 ഇഞ്ചാണ് താഴെ വീതി വരയ്ക്കുന്നത്. അത് നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മേലോട്ട് വരയ്ക്കുകയാണ്. സൈഡ് സ്ലിറ്റുള്ള സൈഡ് ഓപ്പണായിട്ടുള്ള ചുരിദാറാണ് തയ്ക്കുന്നത്. ഇത് കാന്താ കോട്ടൻ്റെ ഒരു തുണിയാണ്. കാന്താ കോട്ടൺ എപ്പോഴും ശരീരത്തിൽ നല്ല ഇതായിട്ട് കിടക്കും, നല്ല സോഫ്റ്റ് തുണിയുമാണ്. ചൂടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ തുണി. നമ്മൾ ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ചോളം നമ്മൾ ചരിച്ചു വെട്ടുന്നുണ്ട്. നമ്മളെല്ലാം വരച്ചിട്ടുണ്ടോ, എല്ലാം കറക്റ്റാണെന്നൊന്നോടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി വെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ
അത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടല്ലായിരുന്നു. ആ സ്ട്രെയിറ്റിൻ്റെ ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷമാണ് മാർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഷോൾഡർ ചരിച്ചു വെട്ടി ഇനി കൈക്കുഴി ബാക്ക് പാർട്ടാണ് ആദ്യം വെട്ടുന്നത്. മൊത്തം വെട്ടിയതിന് ശേഷമാണ് ബാക്കിലുള്ള പോർഷൻ മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി വെട്ടത്തുള്ളൂ. സ്റ്റിച്ചിങ് മെറ്റീരിയലൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സാപ്പ് നമ്പർ എൻ്റെ ബിസിനസ് വാട്സാപ്പ് നമ്പറാണ്. വിളിച്ചാൽ കിട്ടത്തില്ല, മെസ്സേജ് സെൻഡ് ചെയ്യുക. അപ്പം ഞാൻ പോസ്റ്റൽ വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾക്ക് സാധനം അയച്ചു തരുന്നതായിരിക്കും. ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടുകയാണ് നമ്മൾ. ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കറക്റ്റ് അളവ് മെഷർമെൻറ്റ് ചുരിദാറാകുമ്പോൾ അധികം അളവുകളൊന്നുമില്ലല്ലോ. നമ്മൾ കൈക്കുഴി എത്ര ഉണ്ടെന്ന് നോക്കുകയാണ് കൈ വെട്ടാനായിട്ട്. ഞാൻ വെട്ടിയത് അനുസരിച്ച് 12 ഇഞ്ചാണ് വേണ്ടത് നമുക്ക്. നമ്മൾ കൈക്ക് ഇങ്ങനെ വെട്ടിയതുകൊണ്ട് നമുക്ക് തുണി തികയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഭാഗം ചേർത്ത് തയ്ക്കേണ്ടതായിട്ടുണ്ട്. ചേർത്ത് വെച്ചാൽ മാത്രമേ കൈയുടെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം ബാക്കി ഇത്രയും തുണിയേ ഉള്ളൂ. ആ തുണി ഇങ്ങനെ ഇട്ടതിന് ശേഷം പതിനാറ് മുതൽ 18 ഇഞ്ച് വരെയാണ് നമുക്ക് കൈക്ക് നീളം എടുക്കുന്നത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം കൈയുടെ നീളം കറക്റ്റായിട്ട് കിട്ടും. കൈക്കുഴിയുടെ ആ ഭാഗത്താണ് വണ്ണം കുറവുള്ളത്. കൈയുടെ നീളം അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം കൈയുടെ അവിടെ കുഴിച്ചു വെട്ടാനായിട്ട് 4 ഇഞ്ചാണ് ഇതിന് എടുക്കുന്നത്. 12 ഇഞ്ചാണെങ്കിൽ നമുക്കുണ്ട്. അപ്പോൾ 11.5 ഇഞ്ചോളം ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം മാത്രമേ അടയാളപ്പെടുത്താവൂ. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. വീഡിയോ കാണുന്നിരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എന്നിട്ടത് മാർക്ക് ചെയ്തതിന് ശേഷം വെട്ടിയെടുത്താണിത്. ഞാൻ വെട്ടുന്ന മാർക്ക് ചെയ്യുന്ന ബാക്കി ഭാഗം മ്യൂട്ടായിപ്പോയായിരുന്നു, കിട്ടിയില്ല വീഡിയോ. വേറെ എൻ്റെ കൈക്കുഴിയൊക്കെ വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതൊരു പേപ്പർ സ്റ്റിഫാണ്. അതിന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കഴുത്തിൻ്റെ അകലം എത്രയെന്ന് വെച്ചാൽ എടുക്കുക. ഞാൻ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്യുക. എത്രയാണ് നമ്മൾ ഇത് ഞാൻ അകത്തോട്ടല്ല പുറത്തോട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ വീതിക്ക് വേണം എടുക്കാനായിട്ട്. കഴുത്തിറക്ക് ഞാൻ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ അതേപോലെ കഴുത്തകലം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഈ കഴുത്ത് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക നമ്മൾ. സ്ക്വയറായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ വേണം കഴുത്ത് വെട്ടാൻ. ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്. വൈഡായിട്ടുള്ളൊരു റൗണ്ടല്ല, ചെറിയ ഒതുങ്ങിയൊരു കഴുത്താണ് എടുക്കുന്നത്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇറക്കം 7 ഇഞ്ചോളം ഇറക്കം ഇട്ടിട്ടുള്ളത് നമ്മൾ ഒത്തിരി വൈഡ് എടുത്താൽ ഒത്തിരി അങ്ങ് മലന്ന് പോകും കഴുത്ത്. നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ടുള്ള ഭാഗം വിട്ടാണ്. അത് 1.25 അല്ലെങ്കിൽ 2 ഇഞ്ച് വരെ മാക്സിമം മതി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലെടുക്കുക. ഈ പേപ്പർ സ്റ്റിഫ് നമുക്ക് ക്രാഫ്റ്റ് കടകളിൽ കിട്ടും വാങ്ങാനായിട്ട്. ഇനി മീറ്ററിന് 30 രൂപയാണ്. നമ്മൾ പിന്ന് കുത്തി വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ ഭാഗം വെട്ടിയെടുക്കുക. ഞാനൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നൈറ്റികൾ, ചുരിദാർ ടോപ്പുകൾ ഒക്കെ ആവശ്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇവിടെ അടുത്തുള്ളവർക്കല്ലാതെ ദൂരെയുള്ളവരും ഇതിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. മെറ്റീരിയൽസോ ചുരിദാർ ടോപ്പുകൾ, നൈറ്റികളൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളത് കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ മുകളിൽ കൊടുത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ ഭാഗം വെട്ടിക്കളയാഞ്ഞത് നമ്മുടെ കഴുത്ത് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു വെരി മച്ച്.